സന്തോഷേ, നീ മാത്രം ഇങ്ങനെ പണിക്കൊന്നും പോകാതെ വീടിയും ഭരിച്ച്. ഞാൻ മാത്രോ? അപ്പൊ കുട്ടിച്ചനോ? കുട്ടിച്ചനാ? അതൊരു കിളി പോയ സാധനമല്ലേ. സന്തോഷേ, നീ അങ്ങനെയാണോ? എനിക്ക് പണിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ എന്നെ മുതലാളിയായിട്ട് ആരും അംഗീകരിക്കില്ല. അതാണ് എൻ്റെ പ്രശ്നം. പിന്നെ ആരുടെയും കീഴിൽ ജോലിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. നാളെ വിഷു അല്ലേ? വിഷുവായിട്ട് എന്താ പരിപാടി? ഒരു ചെറുത് മേടിക്കണം, അടിക്കണം, കിടക്കണം. അല്ല, വൈകിട്ടെന്നേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കളറാക്കിയാല. ഇന്ന് വൈകിട്ടല്ലേ? ഞാൻ എത്തിയേക്കാം. അതെ, വർക്കിനും പണിയിലും. ചീട്ടുകളി കയറിയ പിന്നെ 2 രൂപയെ തൊഴിലുറപ്പ് പദ്ധതിക്കാണ് പോണത്. എനിക്കും നിങ്ങളുടെ കൂടെ പണിക്ക് വരണമെന്നുണ്ട്, പക്ഷെ രാധിക വീട്ടിലാണ്, സമാധാനം ഇല്ല. ഈ പണിസ്ഥലത്തും കൂടി വേണ്ടല്ല. അത് നന്നായി. നാളെ വിഷു അല്ലേ? മീനധികം കിട്ടിയിട്ടുണ്ടാ? നമുക്കുള്ള വീട്ടിലോട്ട് കൊടുത്തേക്കണം കേട്ടോ. നീ മാത്രം മതിയാ, വൈകിട്ടൊന്ന് കൂടണ്ടേ? ചേട്ടനുള്ളത് ഞാൻ വീട്ടിൽ കൊടുത്തേക്കാം. പിന്നെ വൈകിട്ട് കാണണം. ഞാനേ തൊഴിലൊന്ന് ഉറപ്പിച്ചിട്ട് വരാം. സന്തോഷേ, നീ വരുന്നാ? നിന്റെ ഭാര്യ രാധിക ഉണ്ട് അവിടെ. എടാ സന്തോഷേ, നീ വരണ്ടാ. നിനക്ക് വീട്ടിലും സമാധാനം ഉണ്ടാവൂല, പണി സ്ഥലത്ത് വന്നാലും സമാധാനം ഉണ്ടാവൂല. നീയേ ഉദയം ചൂണ്ടീനെ നോക്കി അവിടെ തന്നെ നച്ചാൽ മതി, അതാ എനിക്ക് നല്ലത്. വൈകിട്ടുള്ളത് ഞാൻ ഷമീറിനെ കൊണ്ട് മേടിപ്പിച്ചേക്കാം. ഷാജി ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കണത്, അപ്പോൾ അവനെ കൂടി വിളിച്ചേക്കണം. ആയിട്ട് പോണതുണ്ട്, തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം. ഷമീറെ, നാളെ വിഷു അല്ലേ? വിഷുവിനുള്ളത് വൈകിട്ട് മേടിച്ചോണ്ട് വന്നോട്ടാ. ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. എടാ, ഇനി നമ്മൾ ഇവിടെ നിന്ന് വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല. നമുക്ക് അങ്ങോട്ട് മാറി ഇച്ചിരി അപ്പുറത്തേക്ക് മാറി നിന്ന് വെയിൽ കൊള്ളാം. ബാ. ബിസിനസ് കുറച്ച് ഡള്ളായതുകൊണ്ട് കുറച്ച് പേർക്ക് പൈസ കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നന്നായി. ഞാൻ റിസോർട്ട് പണിയാൻ കായലിൻ്റെ തീരത്ത് കണ്ണായ സ്ഥലം കുറച്ച് നോക്കി കിടക്കുമായിരുന്നു. ഇപ്പോഴാണ് സുനി പറഞ്ഞത് മാഞ്ഞൂരാൻ്റെ സ്ഥലം കൊടുക്കാനുണ്ടെന്ന്. മുതലാളിക്ക് ഒരുപാട് സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തതാണ്, പക്ഷെ മാഞ്ഞൂരാൻ്റെ ഈ സ്ഥലമാണ് മുതലാളിക്ക് ഇഷ്ടപ്പെട്ടത്. നാളെ വിഷു അല്ലേ, കുറച്ച് ചില്ലറ പർച്ചേസർ ഉണ്ടായിരുന്നു. ബീവറേജ് വരെ പോകണം. കുടിവെള്ളം തീർന്നു, ഞാനത് എടുത്തിട്ട് വരാം. രാധിക എന്ന് എടുത്തിട്ട് വാ. മണിയാ, ചീട്ടുകളി ഇന്നത് ഭയങ്കര കെണിയായിപ്പോടാ. ചീട്ട് കളിച്ചോണ്ടിരുന്നപ്പോൾ പണിക്ക് പോകണ്ടായിരുന്നു. മാഞ്ഞൂരാ മുതലാളിക്ക് ഈ സ്ഥലം വിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ മദ്യപാനവും ചീട്ടുകളിയും നടന്ന പറമ്പല്ലേ അത്, നമുക്കും അവകാശപ്പെട്ട സ്ഥലമാണത്. ആ ഇടിയമ്പിനും ഇല്ലേ, അയാളുടെ ഇടികൊള്ളാതെ രക്ഷപ്പെട്ടതിന് ഭയങ്കര ഭാഗ്യം. ഒന്നോർത്ത് അതും നന്നായി, എല്ലാരും പണിക്ക് പോയി തുടങ്ങിയില്ലേ. ഇപ്പോഴാണ് ശരിക്കും തൊഴിലുറച്ചത്. തൊഴിലുറപ്പല്ലേ? ഇനി അങ്ങാട് തൊഴിലുറപ്പായി. നീ കോട്ടയാണോ ഓടിക്കുന്നത്? അതെ, മാഞ്ഞൂരാൻ്റെ സ്ഥലം വിറ്റു. അപ്പോൾ ചീട്ടുകളിയും വെള്ളമോടിയും നിന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ജോലിക്ക് പോവുക. കോട്ട സ്വന്തമാണോ? വൈകിട്ട് വരെ സ്വന്തം. ഇത് ബ്ലേഡുകാരൻ മാത്തപ്പൻ്റെ വണ്ടിയാണ്. ഓട്ടോ ഉണ്ടോ? എവിടെ ഓട്ടോ ഒന്നും ഇല്ലെന്ന്, വാടക കൊടുക്കണം. അതിപ്പോൾ ഓടിയാലും ഇല്ലെങ്കിലും. ചീട്ട് കളിച്ച് നടന്നപ്പോൾ അതായിരുന്നു നല്ലത്. ജോലിക്ക് പോകാത്തപ്പോൾ ഭാര്യയായിരുന്നു വീട്ടുകാരോ കമ്പറ്റി എടുത്തത്. ഇപ്പോൾ വണ്ടി ഓടുന്നതുകൊണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ മേടിക്കേണ്ട അവസ്ഥ വന്നു.
മാഞ്ഞൂരൻ്റെ സ്ഥലം ഏത് തെണ്ടിയാണോ? അങ്ങനെ പറയരുത്. അതെന്താ? ഒന്നുമില്ല, ഇതേ കുട്ടിച്ചനല്ലേ വരുന്നത്. ആ കുട്ടിച്ചനും കൂടി കയറ്റിക്കും. ഷാജി, നീ ഇപ്പോൾ ഓട്ടോ ഓടിക്കണോ? ഓട്ടോ ചെയ്യണമെങ്കിലേ ഞാൻ വരാട്ടോ. നാളെ വിഷുവായിട്ട് ബിവറേജിൽ ഒരു മനുഷ്യൻ പോലല്ല. എന്ത് ചെയ്യാൻ? ഈ മനുഷ്യനൊക്കെ പത്യാവരം നിർത്തി നന്നായി തോന്നുന്നു. വെള്ളവും ടെക്നീഷ്യൻ വാങ്ങിച്ചിട്ടില്ല. ആ കാണുന്ന കടയിൽ എല്ലാം കിട്ടും. എനിക്കൊരു ചെറിയൊരു ഓട്ടോ ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ സാധനം വാങ്ങിച്ചിട്ട് നിന്നോ. ഓക്കെ? എടാ ഷാജി, നീയാ ബിവറേജസിലേക്ക് വിട്ടോ? എനിക്ക് വേറൊരു ചെറിയൊരു ഓട്ടോ ഉണ്ട്. എന്നാ ശരി, എന്നാ ഓക്കെ 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 ഓക്കെ. ആ ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ബിവറേജിൽ പോയില്ലെങ്കിൽ എന്താ, സാധനം റെഡി. സാധനം ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. എത്ര തന്നാ മതി. എന്നായിരുന്നു കൊടുക്ക. ഞാൻ ഒരെണ്ണം തന്നാണ്ടല്ലേ. ചേട്ടാ കാശ് അതാ ഞാൻ ചോദിച്ചത്. എത്ര? 120 രൂപ. 150 ഉണ്ട്. നാളെ വിഷു അല്ലേ. ദൈവമേ, ഓട്ടം വല്ലതും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. 9656432275 എന്റെ നമ്പരാ. ഞാൻ പറഞ്ഞെത്തും. നീ പറഞ്ഞെത്തണ്ട, ഓട്ടോയായിട്ട് വന്നാൽ മതി. അതവിടെ ഇതാണോ കട്ട രമ്പം? ഓട്ടോക്കാരൻ ഷാജി കുടിച്ചാ പണി പാളി. അവൻ മദ്യക്കുപ്പി മാറ്റി കഷായ കുപ്പി എടുത്തിരുന്നു. അവനെ വിളി. ഫോൺ നമ്പർ തന്നില്ലേ? ആ ഷാജി, നീ എവിടെയുണ്ട്? ഒരു ഓട്ടോ ഉണ്ട്, അമ്പലത്തിന് ഇപ്പുറത്തുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് വരില്ലേ? ആ ഓക്കെ ഓക്കെ. ഷാജി പറഞ്ഞെത്തി. ചേട്ടാ ഓട്ടം പിടിച്ചാടാ. എന്താടാ ഓടാണ്ടി വരും, ഓട്ടോ ഇല്ലാണ്ട്. എന്താടാ നീ ബ്രാൻഡ് പേര് കഷായ വെച്ചിരിക്കുകയാണല്ലേ. ചേട്ടാ? ഞാനല്ല ചേട്ടാ.
നീയല്ലേ പിന്നെ ആരാടാ സത്യം പറ. സന്തോഷേ ഉദയ നീ ഇച്ചിരി നേരത്തെ വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇത് കണ്ട സാധനമൊക്കെ കിട്ടിയല്ല. പിന്നെ നമുക്കൊരു കമ്പനിയാ കാര്യം. നേരത്തെ നേരം പോലടാ അവിടെ എന്തോ പ്രശ്നം നടക്കും അവിടെ ഇപ്പൊ ഞാനങ്ങോട്ട് ചെന്ന മേടിച്ചു കൂട്ടും. അവിടെ നമ്മുടെ ഓട്ടോക്കാരൻ ഷാജിനായിട്ട് ഓടിക്കണം കുട്ടിച്ചിട്ടുണ്ടെന്നാ എനിക്ക് സംശയം. ഷാജിന്, നമ്മുടെ ഷാജിന് അന്നൊന്ന് നോക്കണമല്ല. വാ സന്തോഷേ, വാ സന്തോഷേ, വാ. ഹലോ ഹലോ, ഓട്ടത്തിലാണോ? അയ്യോ, ഞാനിപ്പോ ഓടിക്കൊണ്ടിരിക്കണേ. കഷായക്കുപ്പിയുടെ ആളെ കിട്ടി. എന്റെ മദ്യക്കുപ്പി. കഷായക്കുപ്പിയുടെ ആളെ കിട്ടി. ഞങ്ങ ചീട്ടുകൾ നിർത്തി, നീ പിന്നെ മിക്സി ആയിട്ട് വന്നേക്കണ. ഇത് മിക്സിയല്ല, വിഷുവിനുള്ളൊരു സ്പെഷ്യൽ സാധനം. എന്റെ മദ്യക്കുപ്പിയാ. എടാ കള്ളാ, വിഷുവായിട്ട് എന്നെ കഷായം കുടിപ്പിച്ച് കിടത്താൻ നോക്കണ തെണ്ടി.